ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയെ എല്ലാ മേഖലകളിലും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ പ്രവാസികൾ വഹിച്ച പങ്ക് നിസ്തൂലമെന്ന് പ്രവാസി ഭാരതീയ ദിവസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ മേഘാലയ ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ഭുവനേശ്വറിൽ പ്രവാസി ഭാരതീയ ദിവസ് സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പരിസ്ഥിതി സംരക്ഷണത്തിനായി ഉഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു കവയത്രി സുഗതകുമാരിയുടേതെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് തീർത്ഥാടക പ്രവാഹം കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ദക്ഷിണ റെയിൽവേയും. 6ാമത് സംസ്ഥാനതല കുടുംബശ്രീ ബഡ്സ് കലോത്സവം തില്ലാന 2025 ഇന്ന് കൊല്ലത്ത് തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഒഡീഷയെ നേരിടും. മത്സരം ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ മേഘാലയ ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മേഘാലയയിലെ ഉമിയാമിൽ ICAR ഗവേഷണ കേന്ദ്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഭുവനേശ്വറിൽ പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ ശ്രീമതി മുർമു പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഇന്ത്യക്കാരായ പ്രവാസികൾ ലോകമെമ്പാടും മികവ് പുലർത്തുന്നുവെന്നും അവരുടെ നേട്ടങ്ങൾ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷയിലെ ഭുവനേശ്വറിൽ 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. आपकी वजह से मुझे दुनिया में गर्व से सिर ऊंचा रखने का मौका मिलता है. बीते 10 वर्षों में मेरी दुनिया के अनेक लीडर से मुलाकात हुई है. दुनिया का हर लीडर अपने देश के भारतीय डायस्पोरा की बहुत प्रशंसा करता है. हमें डायवर्सिटी सिखानी नहीं पड़ती, हमारा जीवन ही डायवर्सिटी से चलता है. इसलिए भारतीय जहां भी जाते हैं वहां की सोसाइटी के साथ जुड़ जाते हैं. യുവ പ്രവാസി ഭാരതീയ ദിവസ് ഉദ്ഘാടനത്തോടെയാണ് 3 ദിവസത്തെ പ്രവാസി ഭാരതീയ ദിവസ് ഇന്നലെ ആരംഭിച്ചത്. 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി ഇന്ത്യൻ പ്രതിനിധികൾ, കേന്ദ്രമന്ത്രിമാരായ S. ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, ജുവൽ ഓറം, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി തുടങ്ങി നിരവധി പ്രമുഖർ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിനായ പ്രവാസി ഭാരതീയ എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്ര പ്രധാനമന്ത്രി വെർച്വലായി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രകൃതി സംരക്ഷണത്തിനും മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ പരിസ്ഥിതി സംരക്ഷണം നിലനിർത്തുന്നതിനും ഉഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു കവയത്രി സുഗതകുമാരിയുടേതെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിനും പ്രത്യേക ശ്രദ്ധയാണ് സുഗതകുമാരി ജീവിതത്തിലുടനീളം പുലർത്തിയതെന്നും മന്ത്രി പറഞ്ഞു. വടുതല ചിന്മയ സ്കൂളിൽ സുഗത സൂക്ഷ്മവനം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 ദിവസത്തെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കൊച്ചിയിലെത്തിയതാണ് കേന്ദ്രമന്ത്രി. എറണാകുളത്ത് ഔദ്യോഗിക മാധ്യമങ്ങളുടെ അവലോകന യോഗത്തിലും ശ്രീ എൽ മുരുകൻ പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് ആലപ്പുഴ സംഹതി ക്യാമ്പസിൽ നടക്കുന്ന സുഗത സൂക്ഷ്മവനം പരിപാടിയിൽ അദ്ദേഹം സംബന്ധിക്കും. വള്ളിക്കാവ് അമൃതാനന്ദമയി ആശ്രമവും കേന്ദ്ര സഹമന്ത്രി സന്ദർശിക്കും. നാളെ കൊട്ടാരക്കര അവനീശ്വരം പത്മനാഭപിള്ള മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കുന്ന സുഗത സൂക്ഷ്മവനം ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് കേന്ദ്ര സർക്കാർ മാധ്യമ സ്ഥാപനങ്ങളുടെ അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരം പ്രദർശിപ്പിക്കുന്നതിനുള്ള സവിശേഷമായ അവസരമാണ് മഹാകുംഭമേളയെന്ന് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയുടെ ഭാഗമായുള്ള കലാഗ്രാം കേന്ദ്രത്തിന്റെ ഒരുക്കങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്തു. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുംഭമേള പോലുള്ള സാംസ്കാരിക ആഘോഷങ്ങൾ വലിയ ഊർജ്ജം പകരുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ മാസം 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്നത്. ISROയുടെ സ്പെഡെക്സ് ദൌത്യം വീണ്ടും മാറ്റിവെച്ചു. ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ച് കൂട്ടിയോജിപ്പിക്കുകയാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. 2 ഉപഗ്രഹങ്ങൾക്കിടയിൽ അധിക ഡ്രിഫ്റ്റ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഡോക്കിംഗ് മാറ്റിവെക്കാൻ തീരുമാനിച്ചതെന്ന് ബഹിരാകാശ ഏജൻസി ട്വീറ്റ് ചെയ്തു. മകരവിളക്ക് മഹോത്സവത്തിന് 5 ദിവസം മാത്രം ശേഷിക്കെ ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം. തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ.
വെർച്വൽ ക്യൂ, തത്സമയ ബുക്കിംഗ് എന്നിവ ഇനിയുള്ള ദിനങ്ങളിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പമ്പ മണൽപ്പുറത്തെ തിരക്ക് പരിഗണിച്ച് പമ്പയിലെ തത്സമയ ബുക്കിംഗ് കേന്ദ്രങ്ങൾ പൂർണ്ണമായും നിലയ്ക്കലിലേക്ക് മാറ്റി. 11-ന് എരുമേലി പേട്ടതുള്ളൽ നടക്കുന്നതിനാൽ 11 മുതൽ 14 വരെ മുക്കുഴി കാനനപാത വഴി പേട്ടതുള്ളൽ സംഘത്തിൽ ഉള്ളവർക്ക് മാത്രമാകും പ്രവേശനം അനുവദിക്കുക. 12 മുതൽ 15 വരെ പമ്പ ഹിൽ ടോപ്പിൽ പാർക്കിംഗ് ഒഴിവാക്കി ചാലക്കയം, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ക്രമീകരിക്കും. കാട്ടുതീ പടരുന്നത് തടയാൻ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും പർണശാല കെട്ടുന്ന തീർത്ഥാടകർ ഭക്ഷണം പാകം ചെയ്യുന്നതും വിലക്കിയിട്ടുണ്ട്. മകരവിളക്ക്, പൊങ്കൽ ഉത്സവങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തി ദക്ഷിണ റെയിൽവേ. ഈ മാസം 15, 16, 17 തീയതികളിലായി തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് നിന്നും ചെന്നൈയിലേക്കും തിരിച്ചുമാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തുന്നത്. ട്രെയിനുകളിലേക്കുള്ള മുൻകൂർ ബുക്കിംഗ് ആരംഭിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ തൃശൂർ ജില്ലയിലെ കുട്ടികൾക്ക് കൊരട്ടിയിലും ചാലക്കുടിയിലും വൻ സ്വീകരണം. റവന്യൂ മന്ത്രി കെ രാജൻ സ്വർണ്ണക്കപ്പ് കൈയിലേന്തിയാണ് കുട്ടികളെ സ്വീകരിച്ചത്. പുതുക്കാടും ഒല്ലൂരിലും തൃശൂർ സ്വരാജ് റൌണ്ടിലും ജേതാക്കൾക്ക് ഘോഷയാത്രയോടെ സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന മൌലവി അമീർ ഖാൻ മുത്തഖിയും തമ്മിൽ ചർച്ച നടത്തി. ഇന്നലെ ദുബായിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും പ്രാദേശിക വികസനത്തെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പെരിയ ഇരട്ട കൊലപാതക കേസിൽ 4 പ്രതികളുടെ ശിക്ഷാവിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്ന് 4 പേരും ജയിൽ മോചിതരായി. മുൻ MLA KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, ഭാസ്കരൻ വെളുത്തോളി എന്നിവരാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ഇവർക്ക് CBI കോടതി 5 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മധ്യപ്രദേശിലെത്തും. ഇൻഡോറിലെ വിവിധ റോഡ് പദ്ധതികൾ ഗഡ്കരി അവലോകനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 6ാമത് സംസ്ഥാനതല കുടുംബശ്രീ ബഡ്സ് കലോത്സവം തില്ലാന 2025 ഇന്ന് തുടക്കം. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനാകും. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള കുടുംബശ്രീ ബഡ്സ് സ്കൂൾ, ബഡ്സ് പുനരധിവാസ കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്നായി 450-ലേറെ മത്സരാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഒഡീഷയെ നേരിടും. രാത്രി 7:30-ന് ചെന്നൈയിലാണ് മത്സരം. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യയുടെ HS പ്രണോയ് ചൈനയുടെ ഷി ഫെങ് ലിയെ നേരിടുന്നു. വനിതാ സിംഗിൾസിൽ മാളവിക ബൻസോദും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ സമാപിച്ച 68ാമത് ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ കേരളത്തിന് ഓവറോൾ കിരീടം. 138 പോയിന്റോടെയാണ് കേരളം ഓവറോൾ ചാമ്പ്യന്മാരായത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർഗ്ഗവാതിൽ ഏകാദശി ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ വെളുപ്പിന് 2:30 മുതൽ ദർശനം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർഗ്ഗവാതിൽ ഏകാദശിയോടനുബന്ധിച്ച് നാളെ വെളുപ്പിന് 2:30 മുതൽ 4 മണിവരെ നിർമ്മാല്യ ദർശനം നടക്കും. 4:30 മുതൽ 6 മണിവരെയും 9:30 മുതൽ 12:30 വരെയും വൈകിട്ട് 3:15 മുതൽ 6:15 വരെയും രാത്രി ശീവേലിക്ക് ശേഷവും ഭക്തജനങ്ങൾക്ക് ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഏകാദശിയോടനുബന്ധിച്ച് രാത്രി 8:30 സിംഹാസന വാഹനത്തിൽ പൊന്നും ശീവേലി ഉണ്ടായിരിക്കും. ഏകാദശിയായതിനാൽ നാളെ സ്പെഷ്യൽ സേവാ ടിക്കറ്റ് വഴിയുള്ള ദർശനം ഉണ്ടായിരിക്കില്ലെന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചു. ദർശനം നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനായി പ്രത്യേക ക്യൂ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ തിക്കിലും തിരക്കിലും 6 പേർ മരിച്ച സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. വൈകുണ്ഠ ഏകാദശി ദർശനത്തോടനുബന്ധിച്ച് തിരുപ്പതി രാമനായിഡു സ്കൂളിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ടോക്കൺ വിതരണ കൌണ്ടറിൽ ഉണ്ടായ തിരക്കിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 40ഓളം പേർക്ക് പരിക്കേറ്റു. നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ഭാഗമായ കല്ലാർകുട്ടി അണക്കെട്ടിൽ വീണ്ടും വെള്ളം നിറഞ്ഞു. കഴിഞ്ഞ മാസം 27-ന് അറ്റകുറ്റപ്പണികൾക്കായാണ് അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായി വറ്റിച്ചത്. 1961-ൽ കമ്മീഷൻ ചെയ്തതിനു ശേഷം കല്ലാർകുട്ടി അണക്കെട്ടിലെ ട്രാഷ് റാക്ക് മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന നടപടികൾ ആദ്യമായാണ് നടത്തിയത്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം ദിനത്തിലേക്ക് കടന്നു. ഇന്ന് രാവിലെ നടന്ന പ്രഭാഷണ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുത്തു. മന്ത്രി KB ഗണേഷ് കുമാർ, CPIM നേതാവ് M സ്വരാജ്, കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ തുടങ്ങിയവരും പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും.
ഇന്ത്യയെ എല്ലാ മേഖലയിലും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ പ്രവാസികൾ വഹിച്ച പങ്ക് നിസ്തൂലമാണെന്ന് പ്രവാസി ഭാരതീയ ദിവസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മേഘാലയ ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ഭുവനേശ്വറിൽ പ്രവാസി ഭാരതീയ ദിവസ് സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. പരിസ്ഥിതി സംരക്ഷണത്തിനായി ഉഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു കവയിത്രി സുഗതകുമാരിയുടേതെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് തീർത്ഥാടക പ്രവാഹം കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ദക്ഷിണ റെയിൽവേയും. 6ാമത് സംസ്ഥാനതല കുടുംബശ്രീ ബഡ്സ് കലോത്സവം തില്ലാന 2025 ഇന്ന് കൊല്ലത്ത് തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഒഡീഷയെ നേരിടും. മത്സരം ചെന്നൈയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.